2025 സെപ്റ്റംബർ 13 ലണ്ടൻ തെരുവുകളില് യുണൈറ്റ് ദ കിങ്ഡം എന്ന പേരില് ലണ്ടൻ വലതുപക്ഷവും അതിനെതിരെ സ്റ്റാൻഡ് ടു റേസിസം എന്ന സംഘടനയും ചേർന്ന് ലോക മഹായുദ്ധത്തിന് ശേഷം കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റ് പൊട്ടിപ്പുറപ്പെട്ടത്? എന്താണ് ഈ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം? ഈ കലാപങ്ങൾക്കെതിരെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ്? അതുപോലെ തന്നെ പ്രക്ഷോഭത്തിന് ശേഷം ലണ്ടന്റെ ഭാവിയും ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതുപോലെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ലോക വിവരങ്ങൾക്കായുള്ള ഡെയിലി അപ്ഡേറ്റ്സിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി എങ്ങനെയാണ് ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതെന്നും എന്താണ് ഈ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യമെന്നും നോക്കാം. നമുക്കറിയാം, ലോകമെമ്പാടും ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധത വലിയ രീതിയിൽ അലയടിക്കുകയാണ്. ഇല്ലീഗൽ മൈഗ്രേഷനെതിരെ ഡൊണാൾഡ് ട്രംപ് ശക്തമായി പ്രതികരിക്കുകയും ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ നടപ്പിലാക്കേണ്ടതുണ്ടെന്ന ബോധ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കെ അനധികൃതമായി രാജ്യത്തേക്ക് കുടിയിറങ്ങിയ ആളുകളുടെ എണ്ണത്തില് അടുത്തിടെ ഉണ്ടായ വർധനവ് UK വലിയൊരു ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ നിലനിന്നിരുന്ന പൊതുവികാരം ഈ പ്രക്ഷോഭത്തിന് ഒരു പ്രധാന കാരണമായി എന്ന് വേണം പറയാൻ. മാത്രമല്ല, അഭയാർത്ഥികൾക്കായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി ഹോട്ടലുകൾക്ക് പുറത്ത് ഈ കഴിഞ്ഞ സമ്മറിൽ നടന്ന ചില പ്രതിഷേധങ്ങള് ഈ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടുകയാണ് ഉണ്ടായത്. ഇത് കൂടാതെ ലണ്ടനിലെ ഒരു 14 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരു എത്യോപ്യൻ യുവാവ് ശിക്ഷിക്കപ്പെട്ട സംഭവം കുടിയേറ്റക്കാർക്കെതിരെയുള്ള വികാരം ശക്തമാക്കാനുള്ള ആയുധമായി ലണ്ടൻ വലതുപക്ഷ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചതിനെ തുടർന്നിട്ട് ബ്രിട്ടീഷ് ദേശീയതയെയും സാംസ്കാരിക സമത്വത്തെയും സംരക്ഷിക്കണമെന്നും ഇംഗ്ലീഷ് കനാൽ വഴി അനധികൃതമായി കുടിയേറ്റം നടക്കുന്നതിനാൽ ബോട്ട് യാത്രകൾ തടയണമെന്നും കുടിയേറ്റക്കാരെ വീട്ടിലേക്ക് അയക്കണമെന്നും വി വാണ്ട് അവർ കൺട്രി ബാക്ക്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരികെ വേണമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആയ ടോമി റോബിൻസൺ നയിച്ച യുണൈറ്റഡ് ദ കിങ്ഡം എന്നറിയപ്പെടുന്ന ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയും മെട്രോപൊളിറ്റൻ പോലീസിന്റെ കണക്ക് പ്രകാരം 1.5 ലക്ഷത്തോളം ആളുകൾ പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് പങ്കെടുക്കുകയുമാണ് ഉണ്ടായത്. ഇതേസമയം സ്റ്റാൻഡ് ടു റേസിസം എന്ന സംഘടന നയിച്ച മാർച്ച് എഗെയിൻസ്റ്റ് ഫാസിസം എന്നൊരു ചെറിയ പ്രതിരോധ റാലി നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം 5000 പേരാണ് പങ്കെടുത്തിരുന്നത്. ഇരുകൂട്ടരും വൈറ്റ് ഹാളിനും ട്രാഫൽഗർ സ്ക്വയറിനും സമീപം ഏറ്റുമുട്ടിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ പ്രക്ഷോഭകര് കുപ്പികള്, മരക്കഷ്ണങ്ങള്, പടക്കം പോലുള്ള സ്ഫോടക വസ്തുക്കള് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 26 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. പോലീസ് 25 പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘർഷങ്ങളും പോലീസ് നടപടിയും ആദ്യം സമാധാനപരമായിരുന്നുവെങ്കിലും പ്രതിഷേധ റാലികൾ വൈകുന്നേരത്തോടെ അക്രമാസക്തമാകുകയായിരുന്നു. ട്രാഫൽഗർ സ്ക്വയറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ച യുണൈറ്റഡ് കിങ്ഡം റാലിയിൽ പങ്കെടുത്ത ഓരോ ചെറിയ വിഭാഗം പോലീസുമായി ഏറ്റുമുട്ടി. സംഘർഷം നിയന്ത്രിക്കാൻ 1000-ലധികം പോലീസുകാരെയാണ് മെട്രോപോളിറ്റൻ പോലീസ് വിന്യസിച്ചത്. കലാപ വിരുദ്ധ സേനയും കുതിരപ്പട്ടാളവും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിഷേധക്കാരെ തടയുന്നതിനായിട്ട് പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ റോബിൻസൺ അനുകൂലികൾ തങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞപ്പോ പോലീസ് കൂടുതൽ അക്രമശക്തരായി വലിയ ജനക്കൂട്ടത്തിൽ നിന്നും ചെറിയ പ്രതിരോധ റാലിക്കാരെ സംരക്ഷിക്കാൻ കെറ്റലിംഗ് എന്ന തന്ത്രം ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കെറ്റലിംഗ് എന്നാല് പ്രക്ഷോഭകരെ ഒരിടത്ത് കൂട്ടമായി തടഞ്ഞു വെക്കുന്ന രീതിയാണ്. ഇത് പോലീസിന്റെ തയ്യാറെടുപ്പില്ലായ്മയെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടം അക്രമശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും പോലീസ് അതിനെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് റാലിയിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ലോക കോടീശ്വരൻ ഇലോൺ മസ്ക്, ഫ്രഞ്ച് രാഷ്ട്രീയക്കാരനായ ലിറിക്സ് സിമ്മൂർ, ഇവരൊക്കെ റാലിയെ അഭിസംബോധന ചെയ്തത് ഇതിന് ആഗോള പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ അക്രമത്തെ അപലപിക്കുകയും ബ്രിട്ടീഷ് ദേശീയ പതാകയെ ഭിന്നിപ്പിന്റെ പ്രതീകമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കുടിയേറ്റത്തെയും ദേശീയ സത്വത്തെയും ചൊല്ലി ബ്രിട്ടീഷ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള വിഭജനത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇലോൺ മസ്ക് വീഡിയോ കോൺഫറൻസിലൂടെ റാലിയെ അഭിസംബോധന ചെയ്തത് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. വൻ തോതിലുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം രാജ്യത്തിന്റെ നാശത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അക്രമം തിരഞ്ഞെടുക്കുന്നുണ്ടോ ഇല്ലയോ, അക്രമം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ തിരിച്ചടിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്ന ശക്തമായ പ്രസ്താവനയാണ് ഇലോൺ മസ്ക് പ്രക്ഷോഭകരിലേക്ക് നൽകിയത്. ഈ റാലിക്കെല്ലാം മുന്നോടിയായി അമേരിക്കയിൽ കൊല്ലപ്പെട്ട യാഥാസ്ഥിക പ്രവർത്തകനായ ചാർലി കിർക്കിനെ അനുസ്മരിക്കുന്നതിനും ഈ റാലി ഒരു വേദി നൽകി എന്ന് വേണം പറയാൻ. റോബിൻസൺ കിർക്കിന്റെ മരണത്തെ റാലിക്ക് പ്രചോദനമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഞങ്ങൾ മാർച്ച് ചെയ്യുന്നത് എന്ന് റോബിൻസൺ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. ഇനി 5000 പേരടങ്ങിയ മാർച്ച് എഗെയിൻസ്റ്റ് ഫാസിസം എന്ന പ്രതിഷേധം ഇതിനിടയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. അവരുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കാം. യുണൈറ്റ് ദി കിങ്ഡം റാലിക്ക് സമാന്തരമായി
പ്രധാനമായി സ്റ്റാൻഡ് ടു റേസിസം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചാണ് എഗെയിൻസ്റ്റ് ഫാസിസം. എംപിമാരായിട്ടുള്ള സാറാ സുൽത്താന, ഡയാൻ എബൌട്ട് തുടങ്ങിയ പ്രമുഖരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഏകദേശം 5000 പേരാണ് ഈ റാലിയിൽ അണിനിരന്നിട്ടുള്ളത്. ഇവരിൽ ഭൂരിഭാഗവും വംശീയ വിരുദ്ധ ഗ്രൂപ്പുകളിൽ നിന്നുമുള്ളവരായിരുന്നു. ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നത് ടോമി റോബിൻസന്റെ കുടിയേറ്റ വിരുദ്ധ റാലിയെ എതിർക്കുക എന്നായിരുന്നു. അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുക, വലതുപക്ഷ തീവ്രവാദത്തെ തകർക്കുക, റെസിസ്റ്റൻസ് വെൽക്കം തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് അവർ മുഴക്കിയത്. ജനക്കൂട്ടത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും പ്രതിരോധ റാലിക്കാര് സംഗീതവും നൃത്തവും ഉപയോഗിച്ചിട്ട് തങ്ങളുടെ മനോവീര്യം നിലനിർത്തിയെങ്കിലും വൈറ്റ് ഹോൾ, ട്രാവൽ സ്ക്വയർ എന്നിവിടങ്ങളിൽ ഇവർ റോബിൻസൺ അനുകൂലികളാൽ ചുറ്റപ്പെടുകയായിരുന്നു. രണ്ടാളുകളുടെയും ജനപങ്കാളിത്തത്തിലെ വലിയ വ്യത്യാസം ബ്രിട്ടനിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ യുകെയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇതേസമയം ഈ വിഭാഗീയ ചിന്തകൾക്കെതിരെയുള്ള പ്രതിരോധവും താരതമ്യേന ചെറുതും ദുർബലവുമാണ്. ഈ അസന്തുലിതാവസ്ഥ ഭാവിയിൽ കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും സമൂഹത്തിലെ ധ്രുവീകരണത്തിനും ഇടയാക്കുമെന്ന സൂചന നൽകുന്നുണ്ട്. ഇനി രാഷ്ട്രീയ പ്രതികരണങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രതിഷേധം അക്രമാസക്തമായതോടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി പോലീസിനെ ആക്രമിച്ചതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ദേശീയ പതാക വൈവിധ്യത്തെയും സഹിഷ്ണുതയെയും ആണ് പ്രതിനിധീകരിക്കുന്നത് എന്നും അക്രമത്തിനും ഭിന്നിപ്പിനും വേണ്ടി അത് ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് പോലീസിനെതിരെയുള്ള അക്രമം നടത്തിയ കുറ്റവാളികൾക്ക് നിയമത്തിന്റെ പൂർണ്ണ ശക്തി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ റാലിയുടെ എല്ലാം പ്രധാന പ്രഭാഷകനായ ഇലോൺ മസ്കിന്റെ പാർലമെന്റ് പിരിച്ചുവിടാനായും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക തുടങ്ങിയ പ്രസ്താവനകൾ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ രംഗത്തെ ഭിന്നിപ്പിനെയും ദേശീയ സ്വത്വത്തെയും കുറിച്ചുള്ള സംവാദങ്ങളെയും കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചത്. ടോമി റോബിൻസന്റെ റാലി ബ്രിട്ടനിലെ വലതുപക്ഷ ദേശീയ വികാരങ്ങളുടെ വളർച്ചയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. റോബിൻസൺ അനുകൂലികള് പതാകയെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുമ്പോൾ പ്രധാനമന്ത്രി സ്റ്റാർമൺ അതിനെ വീണ്ടെടുത്ത് വൈവിധ്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷ് സമൂഹത്തിൽ ആഴത്തിലുള്ള ഭിന്നത നിലനിൽക്കുന്നു എന്നും ആരാണ് രാജ്യത്തിന്റെ യഥാർത്ഥ സ്വത്വം നിർവചിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യവും ഉയർത്തുന്നു. ലണ്ടനിലെ ഈ പ്രതിഷേധം ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ആന്തരിക പിരിമുറുക്കങ്ങളെയും വിഭജനങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കുടിയേറ്റം, ദേശീയ പതാക, സ്വത്വം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള നിലവിലുള്ള സംവാദങ്ങളുടെ വ്യാപ്തിയും അവയുടെ പ്രകോപനപരമായ സ്വഭാവവും ഈ റാലി വ്യക്തമാക്കുന്നുണ്ട്. ടോമി റോബിൻസൺ നേതൃത്വം നൽകിയ കുടിയേറ്റ വിരുദ്ധ റാലിയിലെ വൻ ജനപങ്കാളിത്തവും അതിനോട് ചേർന്നുള്ള ആക്രമണങ്ങളും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ പുതിയ ഭാവം വെളിപ്പെടുത്തുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയ സ്വാധീനങ്ങളാൽ നയിക്കപ്പെടുന്നതും കൂടുതൽ ധ്രുവീകരണപ്പെട്ടതുമായ ഒരു ഭാവിയാണ് ബ്രിട്ടൻ നേരിടുന്നത്. ഈ സംഭവങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും നിയമ നടപടികളിലേക്കും നയിച്ചേക്കാം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തന്ത്രപരമായ വീഴ്ചകളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളും വരാനിരിക്കുന്ന ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമായേക്കാം. ഈ പ്രതിഷേധം ബ്രിട്ടീഷ് സമൂഹത്തിലെ നിലവിലെ വിഭജനങ്ങൾ എത്രത്തോളം ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇത് വെറും പ്രാദേശിക പ്രശ്നമല്ലെന്നും അന്താരാഷ്ട്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു ഭാഗമാണെന്നും മസ്കിന്റെയും സെമ്മറോന്റെയും പങ്കാളിത്തം സൂചിപ്പിക്കുന്നു. ഇനി ലണ്ടനിൽ ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നു എന്ന് നോക്കാം. ലണ്ടനിൽ നടന്ന ഈ പ്രതിഷേധം പല തരത്തിലായിട്ട് ഇന്ത്യൻ ജനതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തിനും ഇന്ത്യയും യുകെയുമായുള്ള ബന്ധങ്ങൾക്കും ഇത് പ്രധാനമാണ്. ബ്രിട്ടനിലെ സമീപകാല പ്രതിഷേധങ്ങൾ പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളാണ് പ്രകടമാകുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരികെ വേണം പോലുള്ള മുദ്രാവാക്യങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ മുഴങ്ങിയിട്ടുണ്ട്. ഇത് ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും തൊഴിൽ തേടിയെത്തിയവരെയും മാനസികമായി ബാധിക്കുന്നുണ്ട്. കാരണം കുടിയേറ്റ നയങ്ങൾ കർശനമാക്കിയാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും വിസ ലഭിക്കുന്നതിനും യുകെയിൽ താമസിക്കുന്നതിനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇന്ത്യയിൽ നിന്നുള്ള പല പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും മികച്ച അവസരങ്ങൾ തേടിയാണ് യുകെയിൽ എത്തുന്നത്. എന്നാൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വമില്ലെന്ന തോന്നൽ അവർക്കുണ്ടാവുന്നു. ഇത് അവരുടെ മാനസികാവസ്ഥയും ദൈനംദിന ജീവിതത്തെയും ബാധിച്ചേക്കാം. ഇനി ജോലിയിലും താമസ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ചിലപ്പോൾ അതിക്രമങ്ങളും വർദ്ധിച്ചേക്കാം. ചില ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റുകൾ ആക്രമിക്കപ്പെട്ടതായിട്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇന്ത്യ യുകെ ബന്ധങ്ങൾക്കുള്ള സ്വാധീനവും നയതന്ത്രപരമായ വെല്ലുവിളികളുമാണ്. കുടിയേറ്റ വിഷയങ്ങൾ യുകെയിൽ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം തേടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒപ്പിടാൻ സാധ്യതയുള്ള വ്യാപാര കരാറുകളിലും മറ്റു നയപരമായ തീരുമാനങ്ങളിലും ഇത് പ്രതിഫലിച്ചേക്കാം. കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള സമ്മർദ്ദം യുകെ സർക്കാരിന്റെ മേലിലുണ്ടാകും. ഇനി യുകെയിലെ പ്രതിഷേധങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ ചർച്ചകളിലും വിഷയമാകാറുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയങ്ങളെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഈ പ്രതിഷേധങ്ങൾ ഇന്ത്യ യുകെ ബന്ധങ്ങളിൽ നേരിട്ട് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിലും ഇത് ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ, സാമൂഹിക, മാനുഷിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുകയും ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തിന് ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ എത്രയും വേഗം യുകെയിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തട്ടെ. ഈ വീഡിയോ കാണുന്ന യുകെയിലുള്ള മലയാളി സുഹൃത്തുക്കൾ നിലവിലുള്ള അപ്ഡേറ്റ്സ് കമന്റ് ബോക്സിൽ അറിയിക്കുക. യുണൈറ്റ് ഓഫ് കിങ്ഡം എന്ന കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതുപോലുള്ള ലോക വിവരങ്ങളുടെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ.